ഈ ഐക്യദാർഢ്യ സദസ്സിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന AKCC രൂപത അധ്യക്ഷൻ ശ്രീ ജോർജ് കോയിക്കൻ, അരൂപിയുടെ നിറവിൽ നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ സാരം അർത്ഥപൂർണമായ വചനങ്ങളിലൂടെ നമ്മളിലേക്ക് പകർന്നു തന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന, നാം ഇപ്പോൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ജനതയുടെ ഇടയിൽ എത്തി അവരുടെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്ത നമ്മുടെ ആദരണീയനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, അഭിമന്യരായ ജനറാളച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സമർപ്പിത ശ്രേഷ്ഠരെ, AKCCയുടെയും മറ്റ് ഭക്തസംഘടനകളുടെയും നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സമർപ്പിതരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് എൻ്റെ വിചിന്തനങ്ങൾ ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അരൂപാ മഹാത്മാ ചിത്താനന്ദ സാരാ അവിദ്യാ വിരുദ്ധം വിവേകം തരൂ നീ. അരൂപാ മഹാത്മാ ചിത്താനന്ദ സാരാ അവിദ്യാ വിരുദ്ധം വിവേകം തരൂ നീ. അരൂപനായ സത്യദൈവം മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് വിധേയനായി തിരുസ്വരൂപങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോ, മനുഷ്യന്റെ സ്വരൂപത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ, ആ മനുഷ്യന്റെ സ്വരൂപത്തിലുള്ള അരൂപനായ ദൈവത്തിന്റെ സ്വരൂപങ്ങൾ നിർമ്മിച്ച് നമ്മൾ വണങ്ങി പ്രാർത്ഥിച്ചു വന്നപ്പോൾ, ആ തിരുസ്വരൂപങ്ങളെ വിരൂപമാക്കി തിരുസ്വരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപനീശന്റെ വിശുദ്ധ ചൈതന്യം അശുദ്ധമായ ലക്ഷ്യങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഒരു നാടിന്റെ മനസാക്ഷിയിൽ മുറിവേൽപ്പിച്ച ഒരു ചരിത്ര സംഭവത്തിന്റെ, ഈ വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ മഹാസംഭവത്തിന്റെ ഓർമ്മകൾ പ്രാർത്ഥനാപൂർവം പങ്കിട്ട് ആ നൊമ്പരം അനുഭവിക്കുന്നവർ, നിങ്ങളെ വിരൂപമാക്കിയവർ, നിങ്ങളുടെ മുഖം വിരൂപമാക്കിയവർ, അവർ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ പാഠപുസ്തകത്തിലെ ദൈവവചനങ്ങളായി മാറട്ടെ എന്നുള്ള നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല മണികൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇടുക്കി രൂപത ഇന്ന് ഈ മണിപ്പൂർ ജനതയ്ക്കായി പ്രാർത്ഥന അർപ്പിക്കുന്നത്. കാലത്തിന്
വിരൂപമാക്കാൻ കഴിയില്ല. ക്രിസ്തു സ്നേഹത്തിന്റെ ചരിത്ര നിയോഗങ്ങൾ എന്ന് രക്തസാക്ഷികളുടെ ജീവിതം കൊണ്ട് ചരിത്രമെഴുതി 2000 വർഷങ്ങളായി ഈ ലോകത്തിൽ ക്രിസ്തു സ്നേഹത്തിന്റെ നിറദീപം ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭയും ഇതര ക്രൈസ്തവ സമൂഹങ്ങളും പീഡനങ്ങളിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു വിശ്വാസ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായി ഇന്നും ജീവിക്കുമ്പോൾ, ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നും സാക്ഷ്യം നൽകുമ്പോൾ, മണിപ്പൂരിൽ മണിമുഴങ്ങുന്നതാർക്കു വേണ്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ സായാഹ്ന ധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ് എനിക്കിഷ്ടം. മണിപ്പൂരിൽ മണിമുഴങ്ങുന്നതാർക്കു വേണ്ടി? മണിപ്പൂരിൽ മുഴങ്ങുന്നത് മരണമണികളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മുമ്പിൽ മണിപ്പൂരിൽ മുഴങ്ങുന്നത് മരണമണികളല്ല, മണിപ്പൂരിൽ മുഴങ്ങുന്നത് ക്രിസ്തു വിശ്വാസത്തിന്റെ നവോത്ഥാനത്തിന്റെ പുലരിമണികളാണ് എന്ന് ചരിത്രത്തിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനായജ്ഞം നിയോഗം സമർപ്പിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർക്കറിയാം, അഭിമന്യ പിതാവും കോയിക്കൽ സാറും മറ്റെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിച്ച് നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഈ കൂട്ടായ്മയുടെ ഒരു സമയപരിമിതിക്കുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ചരിത്രത്തെ, ഈ വർത്തമാനകാല സംഭവങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ നേരത്തെ മുൻകൂട്ടി കരുതി ഒരുങ്ങിയ ഒരു അക്രമമാണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഫാൽ താഴ്വരകളെ രക്തപങ്കിലമാക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് 2 വംശങ്ങൾ തമ്മിൽ, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ പകവീട്ടലാണ് എങ്കിൽ, അത്തരത്തിലുള്ള കുടിപ്പക ഒതുക്കി വെച്ച്, കുടിപ്പകയില്ലായിരുന്നു എന്ന് പറയുന്നില്ല, തീർച്ചയായും മണിപ്പൂർ സന്ദർശിച്ചിട്ടുള്ളവർക്ക്, നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം, 312ഓളം ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന, അവരുടെ തനിമ നിലനിർത്താനും അവരുടെ വംശശുദ്ധി നിലനിർത്താനും വേണ്ടി അവർ നിലനിർത്തിയിരിക്കുന്ന പകയുടെയും വൈരാഗ്യത്തിന്റെയും പകിടകളികളുടെ കഥകൾ അവിടെ ആ നോർത്ത് ഈസ്റ്റ് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെ മെയ്തേയി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിൽ ശത്രുത നിലനിന്നിരുന്നില്ല എന്ന് പറയുന്നത് സത്യവിരുദ്ധമാവും. എന്നാൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കെ തന്നെ സമാധാനപൂർണമായ ഒരു പൊതുസമൂഹ ജീവിത നിർമ്മിതി സാധ്യമാക്കുവാൻ പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന ഈ ഒരു ജനതയെ ഈ തമ്മിലടിപ്പിച്ച് ഈ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വംശവിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ പാകി അവരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനാരാണ് എന്ന് ഇന്ന് ഭാരതം ഉറക്കെ ചിന്തിക്കുകയാണ്, ഈ ലോകം ഉറക്കെ ചിന്തിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞുവിട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു കണക്കെടുക്കണം. താങ്കളുടെ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനസമൂഹം ഞങ്ങളുടെ അമേരിക്കയിൽ ന്യൂനപക്ഷമാണ് എന്ന് താങ്കൾ കണക്കെടുക്കണം. ഞങ്ങളുടെ ഓരോ ജില്ലയിലുമുള്ള താങ്കളുടെ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ, ഞങ്ങളുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ കണക്ക് താങ്കൾ എടുക്കുമ്പോൾ താങ്കൾ ചോദിക്കണം, അവിടെ എത്ര ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു? അമേരിക്കയിൽ താങ്കളുടെ ജനസമൂഹത്തിന്റെ എത്ര ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു? എത്ര പേർ ഭവനരഹിതരായി? എത്ര പേർ റിഫ്യൂജി ക്യാമ്പുകളിൽ അനാഥരായി അന്തിയുറങ്ങുന്നുണ്ട് എന്ന് താങ്കൾ തിരിച്ച് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്.
വിദേശകാര്യ സെക്രട്ടറിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അദ്ദേഹം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി 1-2 കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കുക്കി ഗോത്രവിഭാഗക്കാരനായിരുന്ന DGP സുങ്കൽ IPSനെ എന്ത് കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രി വീരേന്ദർ പിൻവലിച്ചത് എന്നതിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. മെയ്തേയ് വിഭാഗക്കാരനായിരുന്ന CRPF ചീഫ് കുൽദീപ് സിംഗിനെ എന്ത് കാരണത്തിന്റെ പേരിലാണ് സുങ്കൽ IPSന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് മണിപ്പൂരിന്റെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി മെയ്തേയ് യുവാക്കൾ ഒരു മിലിറ്റന്റ് പോലെ 5000 യുവാക്കൾ എന്തിനു വേണ്ടിയായിരുന്നു രാപകൽ കൃത്യമായ രീതിയിൽ മിലിറ്ററി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ഭാരത സമൂഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. പ്രതിരോധ മന്ത്രി വളരെ സുഘടിതമായി ഒരു ആക്രമണ സമൂഹത്തെ ലിപ്പൂൺ മിലിറ്റൻസ് എന്ന പേര് കൊടുത്തുകൊണ്ട് ഈ മണിപ്പൂരിൽ 5000-ലധികം വരുന്ന യുവജനങ്ങളെ ഒരുക്കി നിർത്തി, 4 വർഷം കൊണ്ട് ഒരുക്കി നിർത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുക്കി ജനവിഭാഗങ്ങളുടെ വീടുകളിൽ നിന്ന് ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ച് പഞ്ചായത്തുകളിൽ സർപഞ്ചിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം തിരിച്ചു കിട്ടിയിട്ടില്ല. എന്തിന്റെ പേരിലായിരുന്നു മുഴുവൻ ആയുധങ്ങളും തിരിച്ചു വെച്ച് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് 5000-ഓളം വരുന്ന തോക്കുകൾ ഈ ലിപ്പൂൺ യുവജന മിലിറ്റൻസിന്റെ കയ്യിൽ കൊടുത്തുവിട്ട് ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ സർക്കാർ കണ്ണടച്ചിരുന്ന് അനുവാദം കൊടുത്തത് എന്ന് പൊതുസമൂഹത്തിന്റെ ലോകത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് അറിയാതെ സംഭവിച്ച, സ്വാഭാവികമായി ഉരുണ്ടുകൂടി പൊട്ടിത്തെറിച്ച, ഹൃദയങ്ങളിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരുന്ന വിദ്വേഷത്തിന്റെ ബോംബ് പൊട്ടൽ മാത്രമായിരുന്നു ഇത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ ഒരു ഭാര്യ മെയ്തേയ് വിഭാഗക്കാരിയാണ്. അവർക്ക് 3 മക്കളാണ്. മറ്റൊരു ഭാര്യ നാഗാ വിഭാഗക്കാരിയാണ്. എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, ഈ പള്ളികൾ കത്തിക്കുന്ന സമയത്ത് കുക്കി വിഭാഗത്തിന്റെയും നാഗാ വിഭാഗത്തിന്റെയും പള്ളികൾ ഒറ്റ പള്ളിക്കുള്ളിൽ ഒരൊറ്റ ഭിത്തി മറച്ച് അപ്പുറവും ഇപ്പുറവും ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ദേവാലയങ്ങളിൽ കുക്കി വിഭാഗത്തിന്റെ ദേവാലയത്തിനുള്ളിലെ തിരുസ്വരൂപങ്ങളും വിശുദ്ധമായ തിരുശേഷിപ്പുകളും അഗ്നിക്കിരയാക്കിയപ്പോൾ നാഗാ പള്ളിയിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാൻ വെള്ളം അടിച്ചു കയറ്റി തടസ്സം നിന്നത് മറ്റാരുമല്ല, പോലീസുകാർ തന്നെയാണ് എന്നുള്ള സത്യം ഫോട്ടോ സഹിതം മീഡിയ പുറത്തുവിടുമ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ഈ നാടകം എന്നുള്ള ചോദ്യം, അത് ചോദിക്കുന്നവരെ വിഭാഗീയതയുടെ ചാപ്പ കുത്തി വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുറംതിരിഞ്ഞു വിടുകാൻ അത് ശരിയാവില്ല എന്ന് ഈ പുതിയ വർത്തമാന കാലത്തോട് ഈ ലോകം ഒന്നടങ്കം, ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ന്യൂനപക്ഷ ജനവിഭാഗം മാത്രമല്ല, ഭാരതത്തെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെയും ന്യൂനപക്ഷ സമുദായത്തിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ഭാരതം എന്ന വികാരത്തെ സ്വന്തമായി ജനിതക പുണ്യമായി സ്നേഹിക്കുന്ന മുഴുവൻ ഭാരതീയരും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അതുമാത്രമല്ല, ചോദ്യങ്ങൾ പലതുണ്ട്. എന്തുകൊണ്ടാണ് ഈ 64 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴും എന്തുകൊണ്ടാണ് ഭാരതത്തിനൊരു പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി മൗനം അവലംബിക്കുന്നു? ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാതെ എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം അവലംബിക്കുന്നത്? പെരുമ്പാവൂരിൽ ഒരു ബാലനെ കടിച്ച പട്ടിയെ തല്ലിക്കൊന്നപ്പോൾ അങ്ങ് മുകളിലിരുന്ന് ഡൽഹിയിൽ നിന്നൊരു മനേകാ ഗാന്ധി പട്ടിയെ കൊന്നവർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചതിന്റെയും പൊട്ടിക്കരഞ്ഞതിന്റെയും കഥകളുടെ ഉച്ഛിഷ്ടങ്ങൾ ഈ ഭാരതത്തിന്റെ വർത്തമാനകാല മാധ്യമ ചരിത്രത്തിൽ ചെതറിക്കിടപ്പുണ്ട്.
എവിടെ പോയി? ഈ മൃഗങ്ങളുടെ പ്രാണന് വേണ്ടി നിലവിളി കൂട്ടുന്ന ഈ രാഷ്ട്രീയ നേതാക്കൾ, ഈ മനുഷ്യരിങ്ങനെ വാഴപ്പിണ്ടി അരിഞ്ഞു വീഴുന്നത് പോലെ ഇംഫാൽ തെരുവീതികളിൽ ഇങ്ങനെ ചെതറിത്തെറിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടിക്കുള്ള വില പോലും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതിരുന്നതിന്റെ മൗനത്തിന്റെ കാരണം ഈ ജനം ചോദിച്ചുകൊണ്ടേയിരിക്കും. മറുപടിയില്ലാത്ത ചോദ്യങ്ങൾക്ക് ചരിത്രം തോന്നിവാസം പോലെ ഉത്തരം എഴുതി വെക്കുന്ന ഈ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് നമ്മുടെ നാടിന്. അതുകൊണ്ട് ഇത് ആരും അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുവാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ആരും അറിയാതെ ഇത് സംഭവിക്കുകയല്ല, ഇത് പലരും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ്. ഇത് പലരും അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ചതാണ്, മുൻകൂട്ടി പദ്ധതി ഒരുക്കി ചെയ്തതാണ്, കെണിയൊരുക്കി വീഴ്ത്തിയതാണ് എന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ജിരിംബാം, തൗബാൽ, ബിഷ്ണുപൂർ, ചുരാത്, ചന്ദ്പൂർ, കിങ്പോക് പി, തെങ്, നൌപാൽ തുടങ്ങിയ ജില്ലകളിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 50,000-ത്തിലധികം വരുന്ന ക്രൈസ്തവരാണ് നിലവിളിക്കാൻ പോലും അവകാശമില്ലാതെ കടന്ന് പെടഞ്ഞു വീഴുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെ പീഡനം അനുഭവിക്കുന്ന മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയാണ്, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഇടുക്കി രൂപത ഇന്ന് ഈ ജൂലൈ 1-ാം തീയതി 2023 ഈ ജൂലൈ 1-ാം തീയതി ഭാരതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇടുക്കി രൂപതയിലെ ക്രൈസ്തവ വിശ്വാസികളും മറ്റ് നാനാജാതി മതസ്ഥരായ ഈ നാടിന്റെ സഹോദരങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ കവലയിൽ നടത്തുന്നത് എന്നത് ഒരു ചരിത്രമായി തന്നെ മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദേവാലയങ്ങൾ തകർത്തവരോട് എനിക്കൊരു നന്ദി വാക്ക് പറയാനുണ്ട്. ദേവാലയം തകർത്തവരോട് ഒരു നന്ദി വാക്ക് പറയാറുണ്ട്. ഞങ്ങളുടെ ദേവാലയങ്ങൾ തകർത്താൽ, ക്രൈസ്തവരുടെ ദേവാലയങ്ങൾ തകർത്താൽ ക്രിസ്തു തകർന്നു പോകും, ക്രിസ്തുവിലുള്ള ഈ മക്കളുടെ വിശ്വാസം തകർന്നു പോകും എന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്രൈസ്തവ ചരിത്രം പഠിക്കാത്തവരാണ് എന്നതാണ് സത്യം. എവിടെയൊക്കെയാണോ ദേവാലയങ്ങൾ തകർന്നിട്ടുള്ളത്, എവിടെയൊക്കെയാണോ ക്രിസ്തു എന്റെ ദൈവമാണ് എന്ന് വിളിച്ചു പറഞ്ഞവന്റെ നെറ്റിയിൽ കുരിശു വരച്ചവന്റെ തലയടിച്ചു പൊട്ടിച്ചിട്ടുള്ളത്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് പുതിയ ക്രിസ്തു ചൈതന്യങ്ങൾ ഈ ലോകം മുഴുവനും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 700-800ഓളം കോടി വരുന്ന ഈ ലോകത്തിലെ ജനസമൂഹത്തിൽ 243 കോടിയോളം വരുന്ന ക്രൈസ്തവ ജനത ഒരേ ഒരു നാമമാണ് രക്ഷാനാമം ആയി വിളിച്ചു പറയുന്നത്. അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ തമ്പുരാന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി വിശ്വാസികളുടെ സമൂഹങ്ങൾ സ്വന്തം ചോരയും നീരും കൊടുത്ത് പണിതുയർത്തുന്ന ദേവാലയത്തിലെ ഒരു കല്ല് തകർന്നു പോയാൽ, ഒരു കുരിശൊടിച്ചു കളഞ്ഞാൽ, ഒരു തിരുസ്വരൂപം വിരൂപമാക്കിയാൽ ഈ വിശ്വാസം തകർന്നു പോവുകയല്ല. ദേവാലയങ്ങൾ തകർന്നു വീഴുമ്പോൾ ദൈവമേ എന്റെ ഉടലാണ് നിന്റെ ആലയം എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ജ്വലിച്ചിറങ്ങണമേ, ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ അഗ്നി കത്തിച്ച് ജ്വലിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാകുമ്പോൾ, വിശ്വാസികളുടെ വീടുകൾ കത്തിച്ചാമ്പലാകുമ്പോൾ, വീട് നഷ്ടപ്പെട്ട വിശ്വാസികൾ, കൂട് നഷ്ടപ്പെട്ട വിശ്വാസികൾ, കൂട്ട് നഷ്ടപ്പെട്ടവർ, കഞ്ഞി കുടിക്കാനുള്ള കഞ്ഞിക്കലം നഷ്ടപ്പെട്ടവർ, ഒന്നുമില്ലാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ചങ്കിനുള്ളിൽ അരൂപിയുടെ വിരൂപമാകാത്ത ദൈവബോധത്തിന്റെ ബോധ്യം, ദൈവവിശ്വാസത്തിന്റെ കരിങ്കല്ല് പോലുള്ള ബോധ്യം, ഇരുമ്പാണി താഴ്ന്നിറങ്ങുന്നത് പോലെയുള്ള ബോധ്യം ഈ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിജ്വലിക്കുന്നുണ്ട്, അരൂപിയുടെ നിറവിൽ കത്തിജ്വലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കാണ്ടമാൽ ചരിത്രമാണ്. പോയി നോക്കണം. ഇന്ന് കത്തിച്ചവർ, ഇന്ന് മണിപ്പൂരിലെ ജെരിംബായിലും തൗബായിലും ബിഷ്ണുപൂരിലുമൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊളുത്തിയവർ അടുത്ത വണ്ടി പിടിച്ച് കാണ്ടമാലിന് പോണം, അടുത്ത വണ്ടി പിടിച്ച് ഒറീസയിലേക്ക് പോണം,
ഛത്തീസ്ഗഡിലേക്ക് പോകണം. ഈ ജനുവരിയിലാണ് ഛത്തീസ്ഗഡിൽ കത്തിച്ചത്. അവിടെ കത്തിത്തീർന്നോ ക്രൈസ്തവ സമൂഹമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനെ ഇല്ലാതെയാക്കാൻ ദേവാലയങ്ങൾ കത്തിച്ചാൽ മതിയാകും എന്ന ഉപായം പറഞ്ഞുകൊടുത്തവർക്ക് തെറ്റിപ്പോയി എന്നതിൻ്റെ സൂചനയാണ് ഈ ചരിത്രം മുഴുവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ആ മലയിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു. അതുകൊണ്ട് രക്തസാക്ഷികളായി വിശ്വാസത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടാൻ വേണ്ടി അടിയേറ്റുവാങ്ങുന്ന കുക്കിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വചനം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം. നിങ്ങൾ ജെരിമ്പാം മലയിലോ തൗബാം മലയിലോ വിഷ്ണുപൂർ മലയിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ, ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ ദേവാലയങ്ങൾ തകർന്നു വീഴുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ അല്ല ദൈവത്തെ ആരാധിക്കുന്നത്. വചനം തമ്പുരാന്റെ അധരങ്ങളിൽ നിന്നൂർന്നു വീണ തിരുവചനം നമ്മളോട് പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:23 പറയുന്നു, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുക്കി സഹോദരങ്ങളെ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ ഇടുക്കി രൂപത പറയട്ടെ, ഭാരത ക്രൈസ്തവ സമൂഹം പറയട്ടെ, ഇതാ നിങ്ങളുടെ ദേവാലയങ്ങൾ തകർന്നു വീഴുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ നാമത്തിന്റെ പേരിലാണ് നിങ്ങൾ പീഡനമേറ്റുവാങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ വീടുകൾ കത്തിച്ചാമ്പലാകുന്നതെങ്കിൽ, നിങ്ങളുടെ അംഗഭംഗം വരുന്നുകൊണ്ട് നിങ്ങളുടെ തെരുവീഥികളിൽ നിങ്ങളുടെ ഉടലുകൾ ചെതറി വീഴുന്നതെങ്കിൽ ആനന്ദിച്ചാർപ്പ് വിളിച്ചുകൊള്ളുക. കാരണം നിങ്ങളുടെ ചോരത്തുള്ളികളിൽ നിന്ന് വിശ്വാസത്തിന്റെ ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നെഴുന്നേൽക്കും. അതുകൊണ്ട് ദേവാലയം നശിപ്പിച്ച് ക്രിസ്തുവിന് അതിരില്ലാത്തവനാണ് ക്രിസ്തു എന്ന് ലോകത്തോട് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 59-ാമത്തെ വചനത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിരില്ലാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് പറയുന്നുണ്ട്. എതിരല്ലാതാകണമെങ്കിൽ അതിരില്ലാതാകണമെന്നുള്ള കാലിക സുവിശേഷത്തിന്റെ വ്യാഖ്യാനമാണ് പ്രിയപ്പെട്ട മണിപ്പൂരെങ്കിൽ, ആ മണിപ്പൂരിൽ മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ഈ ഒരു സായാഹ്നത്തിന്റെ ധ്യാനമാണ് പ്രിയപ്പെട്ടവരെ. ഈ മണിപ്പൂരിൽ മണി മുഴങ്ങുന്നത് മണിപ്പൂരിന് വേണ്ടി മാത്രമല്ല, അത് ഭാരത സഭയ്ക്ക് വേണ്ടിയാണ്, അത് ഈ കേരള സഭയ്ക്ക് വേണ്ടിയാണ്, അത് ഈ കേരള വർത്തമാനകാല കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും വേണ്ടിയാണ് എന്ന് ഈ സായാഹ്നത്തിൽ ഒരു പ്രാർത്ഥനാ വിചാരം നെറുകയിൽ ഒട്ടിക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇവിടെ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ സഭ പീഡനമനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങളെ ആരാണ് പീഡിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കാതെ തന്നെ ആ പീഡനത്തെ രക്ഷാകരമാക്കി തീർക്കുവാനുള്ള പ്രാർത്ഥനാ ചൈതന്യം അരൂപിയുടെ കരുത്തായി അവരിൽ പറന്നിറങ്ങാൻ, ആ ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ ബോധത്തിൽ പറന്നിറങ്ങാൻ വേണ്ടിയാണ് ഈ ജനത മുഴുവൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. കേരള കത്തോലിക്ക സഭ ഇന്ന് കേരളം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. നാളെ ഞായറാഴ്ച അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ഞായറാഴ്ച എല്ലാ ഇടവക ദേവാലയങ്ങളും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല. ഇരയ്ക്കും വേട്ടക്കാരനും വേണ്ടിയുള്ള പ്രാർത്ഥന ഉയരുന്ന ഇടമാണ് ദേവാലയം എന്ന് ഈ മണിപ്പൂർ അനുഭവം ഈ ഭാരതത്തിന് ഒരു പുതിയ പ്രാർത്ഥനാ ചരിത്രം നിർമ്മിച്ചു തരികയാണ്. ഇരയ്ക്കും വേട്ടക്കാരനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉയരുന്നത്. ഇവിടെ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. AD 66 നീറോ ചക്രവർത്തിയുടെ ക്രൂരമായ മതവർത്തനത്തിൽ വിശുദ്ധ പത്രോസ് ഇങ്ങനെ കുരിശിൽ നെടുങ്ങനെ തലകീഴായി തൂങ്ങിക്കിടന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് വിശുദ്ധ പത്രോസ് വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല, നാഥ, നിനക്ക് വേണ്ടി നിന്നെ പോലെ മരിക്കാനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ട് കുരിശിൽ തന്നെ തലകീഴായി.
തന്റെ ശിരസിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന ആ കൊടുവാൾ മുനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ് തന്റെ തല കൊയ്തു കൊണ്ടുപോകാൻ വരുന്ന കൊടുവാൾ മുനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ് നാഥ, എനിക്ക് മരണം നേട്ടമാണ് എന്ന് തന്നെയല്ലേ? കുരിശിലേറി മരിച്ച അന്ത്രയോസും കല്ലേറുകൊണ്ട് ചിതറി വീണ എസ്തപാനോസും ഒക്കെ ഈ തിരുവചനത്തിന്റെ ചരിത്രത്താളുകളിൽ എഴുതി വെക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിയാൻ സന്നദ്ധതയുള്ളവരുടെ ചോരത്തുള്ളികളിൽ നിന്നാണ് സഭ ഉയർത്തെഴുന്നേറ്റത് എന്ന് തന്നെയാണ്. മണിപ്പൂരിൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യം ഒരു പ്രാർത്ഥനയായി ഞാനിവിടെ അർപ്പിക്കുകയാണ്. മണിപ്പൂരിൽ വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം സംഭവിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ കേരള സഭയെ പഠിപ്പിക്കുന്നുണ്ട്, കേരളത്തിന്റെ വർത്തമാനകാല സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ദേവാലയങ്ങൾ ഉയർത്തുമ്പോൾ അവർ അവിടെ തകർന്നുപോയ ദേവാലയങ്ങളുടെ പൊടിഞ്ഞു വീണ കല്ലുകൾക്കിടയിൽ നിന്ന് സ്വന്തം ജന്മം ദേവാലയമായി, സ്വന്തം ഹൃദയം ദേവാലയമാക്കുകയാണ്. നമ്മളിവിടെ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ അവിടെ അവർ സ്വയം ഒരു ബലിപീഠമാക്കുകയാണ്, സ്വന്തം ഉടൽ ഒരു ബലിപീഠമാക്കി മാറ്റുകയാണ്. ഇവിടെ നമ്മൾ വിശുദ്ധ ബലിക്ക് അപ്പം മുറിക്കുമ്പോൾ അവിടെ സ്വന്തം ഉടൽ തന്നെ അവർ മുറിച്ചു കൊടുക്കുകയാണ്. പീഡനം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ക്രൈസ്തവർ ക്രിസ്തുവിനോട് ഏറ്റവും കൂടുതൽ അനുരൂപനാകുന്നുവെന്നും പീഡിതനായിട്ടുള്ള രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭ ഈ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചതെന്നും തെർത്തുല്യനെ പോലെയുള്ള വിശുദ്ധർ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ ബലിക്ക് ഭക്തിഗാനങ്ങൾ നമ്മൾ ആലപിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമർപ്പിതരെല്ലാം ഭക്തിഗാനങ്ങൾ ആലപിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് അഴക് വർദ്ധിപ്പിക്കുന്നവരാണ്. നമ്മൾ ഓർക്കണം, നാളെ നമ്മൾ ആമുഖഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ ബലിക്ക് ഒരുങ്ങുമ്പോൾ, അൾത്താരയിലേക്ക് നോക്കി വിശുദ്ധ ബലിക്ക് ഒരുങ്ങുമ്പോൾ എല്ലാ ഇടവകകളിലേക്കും തിരിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, അൾത്താരയില്ലാതെ സ്വന്തം ഉടലിനെ അൾത്താരയാക്കി സ്വന്തം ശരീരത്തിന്റെ ചിതറി വീഴുന്ന മാംസകഷ്ണങ്ങളുടെ ഇടയിലൂടെ ഒഴുകി വരുന്ന നിലവിളികളെ ഭക്തിഗാനമാക്കി മാറ്റി വിശ്വാസത്തിന്റെ വിശുദ്ധമായ സാക്ഷ്യമുയർത്തുകയല്ലേ നമ്മുടെ കുക്കിയിലെ സഹോദരങ്ങൾ, മണിപ്പൂരിലെ സഹോദരങ്ങൾ. നമ്മളിവിടെ പൂക്കളും ഫലങ്ങളും ഒക്കെ ഈശോയ്ക്ക് കാഴ്ചയർപ്പിക്കുമ്പോൾ അവർ കീറിപ്പറിഞ്ഞ തങ്ങളുടെ ഉടലുകളാണ് കാഴ്ചയർപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമുക്ക് മണിപ്പൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനായജ്ഞം നടത്തുമ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസ സഹോദരങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് സമാപിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഭാരതം മതേതര വിശ്വാസം, മതേതര മൂല്യങ്ങൾ വിശ്വാസമായി കരുതുന്ന ഒരു രാഷ്ട്രമാണ്. സുഘടിതമായ ഭരണഘടനയുടെ വിശുദ്ധ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരായ മനുഷ്യ സഹോദരങ്ങൾ ഒരുമിച്ച് വളരുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. ഈ ഭാരതമാണ് എന്റെ രാജ്യമാണ്, ഈ ഭാരതീയരാണ് എന്റെ സഹോദരങ്ങളാണ് എന്ന് അക്ഷരം കൂട്ടിച്ചൊല്ലാനായിട്ട് അധരമുണർന്ന 1ാം ക്ലാസ് മുതൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പടിപ്പുര കയറിയ ഓരോ ദിനാന്തത്തിലും പ്രഭാതത്തിലും നമ്മൾ വിളിച്ചു പറഞ്ഞ് ചൊല്ലിപ്പഠിച്ചത് ഈ ഭാരതം എന്റെ രാജ്യമാണ്, ഈ ഭാരതീയർ, എല്ലാ ഭാരതീയരും എന്റെ സഹോദരങ്ങളാണ്, ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇവിടെ അഭിമന്യ പിതാവ് ഉച്ചരിച്ചതുപോലെ ഒരു മഹാത്മാഗാന്ധിജി ഒരിക്കൽ കൂടി ജനിച്ചിരുന്നെങ്കിൽ എന്ന പ്രാർത്ഥന ഇവിടെ ഉയർത്തുമ്പോൾ എനിക്ക് ചെമ്മനം ചാക്കോയുടെ ഒരു കവിതാശകലമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു തിരുവോണത്തിന് ഒരു വാർഷിക പതിപ്പിൽ എഴുതിയ കവിതയുടെ ആദ്യ വരികൾ ഇപ്രകാരമാണ്: പാതാളദേശം വിട്ട് പൊന്നുമാബലി നിന്റെ കേരളം കാണാൻ വേണ്ട പോരേണ്ട നീ. പാതാളദേശം വിട്ട് പൊന്നുമാബലി നിന്റെ കേരളം കാണാൻ വേണ്ട പോരേണ്ട നീ. അങ്ങോട്ടു പോരാം ഏതു പാതാളമാണെന്നാലും നീതികൾ വറ്റിപ്പോയൊരു ഈ നാട്ടിൽ നിന്നും ചെമ്മനം ചാക്കോ എഴുതി വെക്കുകയാണ്. അങ്ങോട്ട് പോരാം ഞങ്ങൾ,
അതുകൊണ്ട് എനിക്ക് ഗാന്ധിജിയെ പറ്റി പറയാനുള്ളത് ഇങ്ങോട്ട് വരരുത് എന്നാണ്. ഗോഡ്സെ ഭരണം നടത്തുന്ന ഈ ഒരു രാജ്യത്ത് ഗാന്ധിജിക്ക് ഒരൊറ്റ ദിവസം പോലും കിടന്നുറങ്ങി വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു വർത്തമാനകാല ഭാരതത്തിലേക്ക് ഗാന്ധിജി വരണ്ട. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ മരിക്കാതിരിക്കട്ടെ. ഗാന്ധിജിയുടെ അനേകരിലേക്ക് അഹിംസയുടെ സിദ്ധാന്തത്തിന്റെ നീരൊഴുക്ക് തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാന്ധിജി ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തുമ്പോൾ വിവിധ ജാതി മത വിശ്വാസങ്ങൾ, രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഈ നാട്ടിൽ കൈകോർത്ത് വളരുന്ന ഈ ഒരു ചരിത്രത്തിന്റെ തുടർച്ചക്കാരായ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമുക്ക് ആർക്കും എതിരാവേണ്ടതില്ല. നമ്മൾ ആർക്കും എതിരുമല്ല. ക്രൈസ്തവ സമൂഹമോ കത്തോലിക്ക സഭയോ ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ രാഷ്ട്രീയത്തിനോ എതിരല്ല. എന്നാൽ ഇവിടെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് നമ്മൾ നമുക്ക് അനുകൂലമാകണം. ഞാൻ ആർക്കും എതിരല്ല, പക്ഷെ ഞാൻ എനിക്ക് അനുകൂലമാണ്, എന്റെ വിശ്വാസത്തിന് ഞാൻ അനുകൂലമാണ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം ക്രൈസ്തവന്. അത് മതവിദ്വേഷമല്ല, അത് വിഭാഗീയതയല്ല, അത് ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശമാണ്. അത് തുറന്നു പറയാനുള്ള ധൈര്യം ഇവിടെ ഓരോ ക്രൈസ്തവനും പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിന് ഒരു തുടർച്ച കിട്ടുക. അതുകൊണ്ട് വിശ്വാസം പീഡനം അനുഭവിക്കുമ്പോൾ നമ്മൾ പതറരുത് എന്ന അഭിമന്യ പിതാവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഞാൻ സമാപിപ്പിക്കുകയാണ്. ഒരു ഓർമ്മ മാത്രം സൂചിപ്പിക്കട്ടെ. കൊഹിമയിൽ ഒരിക്കൽ നാഗാലാൻഡിൽ സന്ദർശനം നടത്തുമ്പോൾ കൊഹിമയിൽ 2ാം ലോകമഹായുദ്ധത്തിന്റെ ഒരു മെമന്റോ കാസിരംഗ നാഷണൽ പാർക്കിലുണ്ട്. കാസിരംഗ നാഷണൽ പാർക്കിൽ 1420 മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന്റെ ഒരു മഹാ സെമിറ്ററി അവിടെ വളരെ അർത്ഥപൂർണമായി ഒരു മെമന്റോയായി 2ാം ലോകമഹായുദ്ധത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ ഒരു മെമന്റോയായി അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. ആ മെമന്റോ അവിടെ ഒരു മൃതപേടകത്തിന്റെ ബലിക്കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം കുക്കിയുടെ തെരുവീതികളിൽ, മണിപ്പൂരിന്റെ തെരുവീതികളിൽ കയ്യായും കാലായും ശിരസായും കരളായും ചങ്കായും പറഞ്ഞു വീണ് ചെതറി വീണ് മരിച്ച നമ്മുടെ സഹോദരങ്ങൾ ഈ സായം സന്ധിയിൽ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറയുകയാണ്, when you go home tell them of us and say, നീ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടിലുള്ളവരോട് നീ പറയണം. എന്ത് പറയണം? for your tomorrow we gave our today. When you go home, tell them of us and say, for your tomorrow, we gave our today. നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങളുടെ ഇന്നിനെ ഞങ്ങൾ ബലിയർപ്പിച്ചിരിക്കുന്നു. ഓർക്കാൻ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മുടെ സഹോദരങ്ങൾ രക്തസാക്ഷ്യം അണിഞ്ഞിട്ടുള്ളതെങ്കിൽ അവരുടെ ആത്മാവിന്റെ ഈ നിലവിളി നമ്മുടെ സായാഹ്ന പ്രാർത്ഥനയായി സ്വീകരിക്കാം. തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ പറയാം, നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി ഇന്നിനെ ബലിയർപ്പിച്ച സഹോദരങ്ങളുടെ ആത്മശാന്തി, നിത്യശാന്തി. നന്ദി, നമസ്കാരം.